അപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. കാരണം ഇന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു വീഡിയോയുടെ തമ്നെയിലും പിന്നെ അതുപോലെ ഇൻട്രോയൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ കാലത്തെ പണി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നാടൻ ചേന വെച്ച്, നാടൻ ചേനയാണോ എന്ന് എനിക്കറിയില്ല, ചേന വെച്ചിട്ടൊരു നാടൻ ഉപ്പേരി അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സൈഡിന് കുറേ പേർക്കൊന്നും ചേന ഉപ്പേരി അത്ര ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ പണ്ടൊരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസും അടിപൊളിയാണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അതിൽ ചേന നന്നാക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ അതുപോലെ ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു വെളിച്ചെണ്ണ പുരട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ പുരട്ടാറുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ചേന നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടാസ്ക് തന്നെയാണ്. എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായി ചേന നന്നാക്കുന്ന കാര്യം, എപ്പോഴും കൈമുറിയും. കാരണം അത് ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയും പുരട്ടുണ്ട് കഴിയുമ്പോൾ പിന്നെ ചേനയ്ക്ക് ഒരു വഴുക്കലുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് പേടിയാണ് ചേന നന്നാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കുറേ പേര് ചേനയുടെ എന്തോ കത്തിക്കുക, ഒരു കഷ്ണം എടുത്ത് കത്തിച്ചാലും കൈമ ചൊറിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് ശരിയായില്ല. വെളിച്ചെണ്ണ പുരട്ടിയപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ചേന നല്ല വൃത്തിക്ക് കഴുകരുത്. അയ്യോ, ഞാൻ പറഞ്ഞത് അബദ്ധമായിപ്പോയി. കഴുകരുത്, അതാണ് ഞാൻ പറയാൻ വന്നത്. ചേന നന്നാക്കിയതിന് ശേഷമാണ് ഞാൻ കഴുകാറ്. കൈമ വെള്ളം നനയ്ക്കാറുമില്ല. വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കും. എന്നിട്ട് കനം കുറഞ്ഞ, നമ്മുടെ അവിയലിന് അരിയണ പോലെ കനം കുറഞ്ഞിട്ട് നല്ല ചീള് പോലെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ നീളനെ അരിഞ്ഞിട്ട് കുഞ്ഞു കഷ്ണാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചേന ഉപ്പേരി കഴിക്കാത്തവർ ഇതേപോലെ മെഴുക്കുരട്ടി എന്ന് നമ്മുടെ അവിടേക്ക് അധികം പറയില്ല, ഉപ്പേരി എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ, ഓണസദ്യയിൽ നമ്മൾ സ്വതവേ പറയുന്ന ഉപ്പേരി, കായ വറുത്തത്, അതിനെയൊക്കെ കായ വറുത്തത്, ശർക്കര ഉപ്പേരി അങ്ങനെ പറയും. അങ്ങനെയാണ് നമ്മുടെ അവിടേക്ക് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ കണ്ടത്, അതുപോലെ ബ്ലൈഡ് പോലെയാണ് ആ കത്തി. ആരും എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഈ കത്തി എവിടുന്ന് മേടിച്ച ഓൺലൈനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കത്തി ഉപയോഗിച്ച് അത് ഇതേമാതിരി ഇരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യുമ്പോൾ മൊത്തം വെട്ടും കുത്തും പാണ്ടോളാണ്. അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യുമ്പോൾ കാണാം. കാരണം ഇതൊരു ബ്ലേഡ് പോലത്തെ കത്തിയാണ്, നല്ല മൂർച്ചയാണ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പം മുറിയും. അപ്പോൾ ചേന നന്നാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കത്തി ഞാൻ ഓൺലൈൻ മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ദേ കൂട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഇതിപ്പോൾ ഒരു 3/4 കിലോളം ചേനയുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 5-6 ചുവന്നുള്ളി, വെളുത്തുള്ളി നമുക്ക് ഒരു 2-3 ചുളം മതി. പിന്നെ ചേനയാണ്, ഗ്യാസൊക്കെ ഉണ്ടാവും ചേനയ്ക്ക് ചിലവർക്ക്. പക്ഷെ നമ്മുടെ ഇവിടെ ഞാൻ ചുവന്നുള്ളി കൂടുതൽ ചേർക്കുക. വെളുത്തുള്ളി അധികം ഇട്ട് കഴിഞ്ഞാലും ഒരു കുത്തി കാച്ചണയിൽ ഒരു വേറെ ചുവയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നന്നാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കയ്യിൽ വെള്ളമാക്കാൻ നോക്കുള്ളൂ. അതും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ചേന കഴുകാറ് നമ്മുടെ ഒരു ഓട്ടക്കയ്യിൽ, ഇതിനെന്താ പറയുക, ഇപ്പോൾ അരിപ്പക്കയില, അങ്ങനെ എന്തോ ഒരു കയ്യിൽ എന്തെങ്കിലും ആവട്ടെ, വെള്ളം നമുക്ക് ചോർന്ന് പോകണം, അങ്ങനത്തെ ഒരു കയ്യിലെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് കഴുകുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ ചേന. എന്നിട്ട് കഴുകിയതിന് ശേഷം ഈ കയ്യിലോടൊക്കെ ആ വെള്ളത്തിൽ അവിടെ തന്നെ ഇട്ട് വയ്ക്കും. അതാണ് ഞാൻ ചെയ്യാറ്. ഇനി നമുക്ക് ഇത് കുത്തിക്കാച്ചൻ്റെ പരിപാടികൾ നോക്കാം. ഇന്ന് കാലത്ത് നമ്മൾ എന്താ പറയുക, കഞ്ഞി ചേന ഉപ്പേരി, ചേന മെഴുക്കുവരട്ടിയാണ് ഇന്ന് നമ്മുടെ കാലത്തെ വിഭവം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. കാലത്ത് എല്ലാവരും കഞ്ഞി കഴിക്കുമെന്ന് എനിക്കറിയില്ല, നമ്മൾ കുടിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഞ്ഞി എടുക്കാറുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാനത് കുത്തിക്കാച്ചണ പാത്രത്തിൽ തന്നെ ഇട്ട് ഇടിക്കുക. ഈ ചീഞ്ചട്ടിയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ കാണുക, ഇതന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറ് കേട്ടോ. അതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ആ ഇടിക്കുഴ വെച്ച് ഇടിക്കും. പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം നമ്മുടെ ഈ മെഴുക്കുവരട്ടി എന്ന് പറയുന്ന ഈ സംഭവത്തിന് കേട്ടോ. നല്ല വേണം വെളിച്ചെണ്ണ, പ്രത്യേകിച്ച് ചേനയ്ക്ക്. അപ്പോഴാണ് നമ്മുടെ കൂർക്കയൊക്കെ ഉലർത്തിയെടുത്ത പോലെ നമുക്ക് കിട്ടുള്ളൂ. കുറേ പേര് പറയണേക്കാം ചേന ഉപ്പേരി വെച്ചാൽ ആരും കഴിക്കില്ല, പൊട്ട ടേസ്റ്റാണ്, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും എന്നൊക്കെ. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ഈ ചേനയൊക്കെ വേവിക്കുന്ന നമ്മൾ മുളകിടുന്ന നേരത്ത് നല്ല വെളിച്ചെണ്ണ വേണം. നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ വേപ്പില, ഇത്രയും മാത്രം മതി നമുക്ക്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ്, ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊരു 2.5-3 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. എന്നാലാണ് കഞ്ഞിക്ക് ചൊടി ഉണ്ടാവുള്ളൂ. തീരെ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1.5 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. അതും ചേർത്ത് നല്ല മൂപ്പിക്കണം നമുക്ക്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇതും ചേർത്തിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല ഒന്ന് മൂപ്പിക്കുക. വെളിച്ചെണ്ണ നിങ്ങൾക്ക് കൂടുതലുള്ള പോലെ തോന്നും. അത് ഈ പാത്രത്തിന് ഒന്നാമത് ഇത്തിരി കൂടി ഇങ്ങനെ ഇത്തിരി നല്ല ആഴമുള്ള പോലത്തെ ചീഞ്ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി കൂടുതലുള്ള പോലെ തോന്നും. പക്ഷേ ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് വേണം. എന്നാലാണ് നമ്മുടെ ചേന, ഇത്രയും ചേന ഉണ്ടല്ലോ, ഒരു 3/4 കിലോ, നമുക്ക് നല്ല ഒലർന്ന് നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. അത് മൂത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ചേന, നമ്മുടെ ഈ അരിപ്പ ഉണ്ടല്ലോ, അരിപ്പയെ കൂടെ തന്നെ വാരി നമ്മുടെ ഇതിലേക്ക് തട്ടുക. അവിടെ കിടന്ന് അത് വെന്ത് വരണം. ഈ വേവണതാണ് ശരിക്കും ചേനയുടെ ഉപ്പേരിയുടെ ടേസ്റ്റ് കൂടുന്ന സംഭവം. അത് ഞാൻ പറഞ്ഞുതരാം.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചേന നമ്മൾ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം തീ കുറച്ച് വെക്കരുത്. ചേന ഇട്ടതിന് ശേഷം തീ മീഡിയം ടു ഹൈയിലിടണം. ഏറ്റവും ഹൈ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തിരി കൂടി ഒന്ന് ഹൈയിൽ നിന്ന് കുറച്ചിട്ട് മീഡിയം ആവരുത്, അതിൻ്റെ ഒരു ഇടയിലിടണം തീ എപ്പോഴും. അപ്പോഴാണ് ഈ ചേനയിലെ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് ഇതിങ്ങനെ ഒന്ന് അടുക്കി പിടിച്ച പോലെയും, അതായത് താഴത്തെ ഒരു 5-6 കഷ്ണം മാത്രം ഒന്ന് അടുക്കി പിടിച്ചാൽ ഒരു പരുവത്തിന് കിട്ടും. ഒരു 5-10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെയായിട്ട് കിട്ടും നിങ്ങൾക്ക്. പിന്നെ അത് ഇളക്കണ നേരത്ത് നിങ്ങൾക്ക് ഒരു 4-5 അടുക്കി പിടിച്ച പോലെ ഇങ്ങനെ തോന്നും. ഇതേപോലെ കിട്ടും. അത്രയും തീയിൽ നിങ്ങൾ വെക്കണം ചേനയൊക്കെ. അതൊരു 5-10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെക്കണം. തുറന്ന് വെച്ചിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കുക. അത്രയും നമ്മുടെ ഈ ചേനയ്ക്കൊക്കെ വേവുള്ളൂ. അല്ലാതെ കുറേ നേരം ലോ ഫ്ലെയിമിലിട്ട് കുഞ്ഞ് തീയിൽ വെച്ച് വേവിക്കുമ്പോഴൊക്കെ കുറേ ഉടഞ്ഞു പോവും. പിന്നെ വെള്ളം തീരെ ഉണ്ടാവരുത് ഇത് മുളകിടണ നേരത്ത് കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കരുത്. കഴുകി വാർത്തെടുത്തതായിരിക്കണം. ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ട അടിയിൽ ഇങ്ങനെ എണ്ണ കിളർന്ന് വരും. നല്ല കൂർക്ക ഉപ്പേരി, നമ്മുടെ കൂർക്ക ഉപ്പേരി ഉലർത്തിയെടുക്കില്ലേ, അതുപോലെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല പൊടിച്ചിൽ രസമൊക്കെ ആയിട്ട്. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം കേട്ടോ. ചേനയിലേക്ക് അത്യാവശ്യം ഉപ്പ് വേണം. നല്ല ചൂട് കഞ്ഞി, അതിൻ്റെ മീതെ ഒരു 2 കയ്യിൽ നമ്മുടെ ചേന ഉപ്പേരി അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടി. കാലത്ത് ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ കഞ്ഞി കഴിക്കാറുണ്ടോ രാവിലെ നേരത്ത്? ഞാനൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതത്ര വലിയ വണ്ണം വയ്ക്കുന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കഞ്ഞിയൊക്കെ അടിപൊളിയാണ് നമ്മുടെ ശരീരത്തിന്. അത് കഴിക്കുക. പിന്നെ ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക്. ഞാൻ ചമ്മന്തി അച്ചാറൊന്നും കാലത്ത് നേരത്ത് കഴിക്കാറില്ല. കഴിക്കണവരാണെങ്കിൽ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതും കഞ്ഞിയും മാത്രമാണ് കഴിക്കുന്നത്. വിജു ചേട്ടൻ അവിടെ എണീറ്റ് വന്നിട്ടില്ല. ഞാൻ നേരത്തെ എണീറ്റു. നമുക്ക് ഇന്ന് പുറത്തേക്ക് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു. ചേട്ടൻ എണീറ്റ് വന്നിട്ടില്ല. ചേട്ടൻ എണീക്കുമ്പോഴത്തേനും നമ്മൾ ഒരുമിച്ച് കഞ്ഞി കുടിക്കും. ഞാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഞാൻ ഇറങ്ങണ തിരക്കും ധൃതിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറ്റില്ല. അതാണ് ഞാൻ മുന്നേ തന്നെ കാണിച്ചു തരുന്നത്. കണ്ട നല്ല ഒലർന്നിരിക്കും, ഇങ്ങനെ ഒട്ടിപ്പോവാതെ പാകത്തിന് വെന്ത് അടിപൊളിയാണ്. നല്ല എണ്ണയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് അവിടെ നിന്ന് അവർ മേടിക്കാൻ പറഞ്ഞേക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി മുതൽ 5 മണി വരെയാണ് സമയം പറഞ്ഞേക്കണേ. അപ്പം വൈകിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാലത്താണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ, എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറ്റാവുന്ന അത്ര ഞാൻ കവർ ചെയ്യാൻ നോക്കാട്ടോ. എന്നിട്ട് വീഡിയോയിൽ തന്നെ ഞാൻ സംഭവം പറയാൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡിയായി. ഡ്രസ്സൊക്കെ കൊള്ളാവോ? ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ഫൂമ്പാറ്റ പോലത്തെ ഉടുപ്പാണ് ഇന്നിട്ടിരിക്കുന്നത്. പിന്നെ ചൂടൊക്കെ അല്ലേ, ഇങ്ങനത്തെ ഇടുമ്പോൾ നല്ല സുഖമാണ് ഒന്നാമത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോകൾക്കൊക്കെ ഞാൻ ഒരിക്കലും വ്ളോഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കണ്ടു എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് വ്യൂ കൂടുതൽ വന്നിരുന്നത്. പക്ഷേ എനിക്ക് വ്ളോഗ്സ് ഇട്ട് കഴിഞ്ഞാൽ, കാരണം കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണല്ലോ കൂടുതൽ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇഷ്ടമുള്ളവർക്കൊക്കെ, ഇങ്ങനെ വ്ളോഗ്സ് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇൻട്രോ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കിതൊരു വീഡിയോ ആയിട്ട് മാറ്റാച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ എന്താ സംഭവം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മുടെ യു എയിലുള്ളവർക്കൊക്കെ അറിയാം ഗോൾഡ് FM. അതിൽ മീരനന്ദൻ നടത്തുന്ന ഒരു പരിപാടിയാണ് സൺസെറ്റ് ഡ്രൈവ് വിത്ത് മീര. അതിൽ ഈസ്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒരു ചെറുത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരതിൽ വിന്നറിനെ തിരഞ്ഞെടുക്കും വീക്കിൽ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ കേട്ടപ്പോൾ ഒന്ന് ചുമ്മാ ഞാൻ തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്തു. വിജു ചേട്ടനും ഹെൽപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ നമുക്കതിന് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ തന്നെ ഇവിടെ FM കേട്ടോണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് മീരനന്ദൻ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രൈസ് കിട്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കുക, അങ്ങനെ പ്രൈസ് കിട്ടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമ്മാനം മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഫ്രാൻസി എന്നാണ് പേര്. ആൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു ബ്രദറിനെ പോലെ. അപ്പോൾ ആളുണ്ടായിരുന്നു നമ്മുടെ കൂടെ അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ വ്യക്തമായിട്ട് എടുക്കണില്ല. അത് എനിക്ക് കാര്യങ്ങൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണതൊക്കെ അതിൽ വല്ല തെറ്റ് അവിടെ എടുക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ സമ്മാനമൊക്കെ കിട്ടി അതൊക്കെ എടുത്ത് ഓടിപ്പോകുന്നു നമ്മൾ വേഗം. എനിക്ക് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പേടി.
പേടിയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, എനിക്ക് അങ്ങനത്തെ പേടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ സമ്മാനം കിടത്തിട്ട് നമ്മൾ ഓടിപ്പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി സമ്മാനം എന്താ അതിനുള്ളിൽ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവമായിട്ടാണ്. ചിലർക്കൊക്കെ ഇവിടെ എല്ലാവർക്കും സ്ഥിരം കിട്ടണതാണ്. അപ്പോൾ കിട്ടിയവർക്കൊക്കെ അല്ലെങ്കിൽ ഇവിടെ UAE-ലുള്ളവർക്കൊക്കെ ഇത് ചിലപ്പോൾ സിമ്പിളായിട്ട്, പക്ഷേ എനിക്കത് വലിയ സംഭവമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സമ്മാനം കിട്ടണത് കേട്ടോ. അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നെ എന്താ, നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്ളോഗിന് ഒരു കുക്കിംഗ് വീഡിയോയ്ക്കുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ട്രൈപോഡ്, ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇനി വ്ളോഗിങ്ങിന് പറ്റിയ ഒരു സെറ്റപ്പ് നമുക്കൊന്ന് മാറ്റണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള നമ്മുടെ ഈ വീഡിയോയുടെ ക്വാളിറ്റി ഒന്ന് മാറ്റണം, എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ നമുക്ക് കുറേ പേര് പറഞ്ഞു ഓഡിയോയുടെ ക്വാളിറ്റി, പിന്നെ അതുപോലെ ലൈറ്റ് എല്ലാം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ പോയി എവിടെ പോയിട്ടുണ്ടായിരുന്നു, ദേര സിറ്റി സെൻറ്ററാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ പോയി എവിടേക്കാണ് പോയി എന്നുള്ളത് ഓർമ്മയില്ല. ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ നടക്കുമായിരുന്നു, ആ ഒരു എക്സൈറ്റഡ് ആയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, നമുക്ക് ഫോണൊക്കെ ഒന്ന് മാറണം. അതൊക്കെ ഞാൻ വഴിയെ പറയാം, അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ഉള്ള ക്യാമറേനെ ഈ ഉള്ള ഫോണിനെ ശരിക്കും പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ ഉള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് എന്താണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ 2 കവറിൽ ഇതിങ്ങനെ, പിന്നെ ഇങ്ങനെ ഒരു ചാക്ക് നമുക്ക് ഈസ്റ്ററിൻ്റെ ജീരകശാല അരിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കാണിച്ചു കൊടുക്കാം. ഇതൊന്ന് കാണിച്ചു കൊടുത്തത് കേട്ടോ. ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാം, ഓരോന്ന്. ഇത് ആദ്യം നമുക്കിത് കടല, എല്ലാം ഈസ്റ്ററിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. കടല, പിന്നെ ഈസ്റ്ററിൻ്റെ കാശ്മീരി ചില്ലി, അതുപോലെ ഇത് പത്തിരിപ്പൊടി, പുട്ടുപൊടി പിന്നെ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഈസ്റ്റേണിൻ്റെ ബ്രാഹ്മിൻസ് സാമ്പാർ പൗഡർ ഇങ്ങനെ വയ്ക്കാം. ബോംബെ ബിരിയാണി മസാല, സ്പൈസി ചിക്കൻ മസാല. ബോംബെ ബിരിയാണി മസാല ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക് കാൻഡ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ അത്. പിന്നെ നമുക്കിത് യമ്മി കടുമാങ്ങ അച്ചാർ, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു ഐറ്റം പുറത്തുനിന്ന്. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇത് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഈസ്റ്ററിൻ്റെ വെളിച്ചെണ്ണ, ഞാൻ എന്തെങ്കിലും കൂടി പർച്ചേസിന് പോയി വെളിച്ചെണ്ണ എടുക്കണം എന്ന് വെച്ചാൽ എടുത്തില്ലായിരുന്നു, മറന്നു പോയതാ സത്യത്തിൽ. പക്ഷേ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകശാല അരി ഇങ്ങനെ വെക്കാതെ ഇങ്ങോട്ട് കാണില്ല നിങ്ങൾക്ക്. നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വീഡിയോ വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും ഇത് കിട്ടണതൊക്കെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട്, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടണത്. അതും തലേദിവസമാണ് ഞാനിത് അയച്ചു കൊടുത്തത്. പിറ്റത്തെ ദിവസമായിരുന്നു അവർ അനൗൺസ് ചെയ്തതും. എല്ലാവർക്കും ഇതൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇത് സുലഭമാണ്, FM-ൽ ഇഷ്ടംപോലെ എല്ലാവർക്കും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഇതിനും അയച്ചു കൊടുത്തിട്ട്, ഇങ്ങനെ പരിപാടിക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ പ്രൈസ് ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്തു, അതിന് ആദ്യമായിട്ട് തന്നെ എനിക്ക് പ്രൈസും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെന്താ, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് വീഡിയോസ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം. സത്യത്തിൽ ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ആഗ്രഹം എനിക്ക് അങ്ങനെ ക്യാമറയിലെ കാര്യങ്ങൾ ചെയ്യാനും എഡിറ്റിങ്ങും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, അതിലത്തെ പാട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് കണ്ടന്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ചിത്രൂസ് റെസിപ്പീസിൻ്റെ, അതിലിടാം. പിന്നെ പറ്റുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ സ്റ്റോറീസിലിടാം ഞാൻ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ചിത്ര ടെരേസ എന്നാണ് കേട്ടോ. പിന്നെ ചിത്രൂസ് റെസിപ്പീസിന് ഒരു പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ അതിൽ ഫോളോ ചെയ്യണം. ഞാൻ അതിലും ഷെയർ ചെയ്യാം. ഇതിൽ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ പ്രൈസ് കിട്ടിയ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ഞാൻ കോപ്പിറൈറ്റ് കാണിക്കുകയാണെങ്കിൽ ഞാനിതൊന്ന് റിമൂവ് ചെയ്യും കേട്ടോ വീഡിയോ. അല്ലെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പേജിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ പോയി നിങ്ങൾ കാണണം, കമൻറ്റ് പറയണം കേട്ടോ. അതാണ് പിന്നത്തെ ഒരു കാര്യം. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ നല്ല ഉച്ച സമയം, നല്ല അടിപൊളി ചൂടായിരുന്നു.
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്നു. പിന്നെ വ്ളോഗ് ചെയ്യാനൊന്നും നിന്നില്ല, നല്ല ടയേർഡായിരുന്നു. പിന്നെ വൈകിട്ട് ഇതാണ് ഇന്ന് ഞാൻ മേടിച്ചത് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ടേ. കാരണം എൻ്റെ കയ്യിൽ നമ്മുടെ കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള വലിയ ട്രൈപോഡ്, വലിയ ലൈറ്റ്, അങ്ങനത്തെ സെറ്റപ്പ് അതൊന്നും നമുക്ക് വ്ളോഗിങ്ങിന് വേണ്ട, ആവശ്യമില്ല. ഒന്നാമത് ഏറ്റി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രൈപോഡാണ്. ഇവൻ ആൾ വിരുദ്ധനാണ്. കാരണം നാളെ എൻ്റെ കടല വരട്ടിയതുണ്ടാക്കിയപ്പോൾ അതിലേക്ക് വരെ ഇവൻ ചാടി വീണു. കാരണം ഉറപ്പില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ തല കുഴഞ്ഞ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ക്യാമറയൊന്നും ക്യാമറയല്ല ഫോൺ വെക്കൽ സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാറ്റി പുതിയതൊരെണ്ണം മേടിച്ചു. ഇത് 140 ദിറംസ് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വില കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനുള്ള എളുപ്പം കൂടുതലായിരിക്കും. മറ്റത് ഉപയോഗിക്കാൻ ഒട്ടും ഭയങ്കര പാടാണ്. ഇതാണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമാണ്. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ സൂപ്പാണ്. നമ്മുടെ പപ്പായ ഓമയ്ക്ക സൂപ്പ് ഇട്ടപ്പോൾ കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ കുറേ പേര് പറഞ്ഞു ഇനി ഇതുപോലെ സൂപ്പിൻ്റെ വെറൈറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് 4 വലിയ സവോള, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് ഒരു 4 വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് വേണ്ട. അതവിടെ വഴറ്റായിട്ടിട്ട് ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി, ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ ആവാം, 3 എണ്ണം മതിയാവും. ചിലപ്പോൾ പുളി കൂടും, 3 എണ്ണം വരെ എടുക്കുക. അത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കറക്റ്റ് കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തേക്കണത്. സവോള ഇതേ കണക്കിന് നല്ല കറുപ്പിച്ച് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ നന്നായിട്ട് വഴറ്റണം. ബട്ടറും നമ്മുടെ ഉള്ളിയും നല്ല വെണ്ണയും ചേർന്ന് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നതാണ് സൂപ്പിൻ്റെ ടേസ്റ്റ്. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ തക്കാളിയുടെ മുകളിൽ കണ്ട് വെള്ളം ഒഴിക്കരുത്, അതിൻ്റെ താഴെ കണ്ട് മാത്രമാണ് വെള്ളം നിൽക്കാവൂ ഈ സൂപ്പിന്. ബാക്കിയുള്ള സൂപ്പുകളിലെല്ലാം നമുക്ക് വെള്ളത്തിൽ കൂടുതൽ വേണം, തക്കാളിക്ക് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മുടെ കുക്കറിലുള്ള മിക്സ് ഒരു വിസിൽ അടിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇതിലിപ്പോൾ കാണുമ്പോൾ ഇത്തിരി ചൂടുള്ള പോലെ നിങ്ങൾക്ക് തോന്നും, ഇത്ര ചൂടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ നാളെ മേടിച്ച നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കണേ. നമ്മുടെ ആ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ അടിച്ചെടുത്ത മിക്സും ചേർത്തത്. അതിനുശേഷം ഈ ഒരു 1/2 കപ്പ് ഈ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുപാൽ ഉപയോഗിക്കാം, ബദാം മിൽക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഏത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഫ്രഷ് ക്രീം ഒന്നും ചേർക്കരുത്. ഇനി ടേസ്റ്റായിട്ട് കഴിക്കണം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാല് ഐറ്റംസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതും ചേർത്തിട്ട് നല്ലൊന്ന് ചൂടാക്കാനേ പാടുള്ളൂ, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. തിളപ്പിക്കണ്ട കേട്ടോ, ഇത്രയേ ഉള്ളൂ, ഇത്ര പണിയേ ഉള്ളൂ. കണ്ടില്ല അതിൻ്റെ പരുവം കണ്ടോ, നല്ല ക്രീമി ആയിട്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളി നല്ല നമുക്ക് മൂക്കണം, നല്ല വെണ്ണയിൽ കിടന്നിട്ട് ഉള്ളി മൂക്കണം. അതാണ് ബട്ടറിൻ്റെ സൂപ്പിൻ്റെ ടേസ്റ്റ് വരുന്നത്. കണ്ട നല്ല ക്രീമി ആയിട്ട് കിട്ടിയേക്കുന്ന കണ്ടോ നമുക്ക്. അത് നിങ്ങൾ പാല് ചേർത്തില്ല, പാലിന് പകരം വെള്ളം ചേർക്കാൻ വേണമെങ്കിൽ എന്നാലും അതേ നിങ്ങൾക്ക് ഇതേ പരുവത്തിന് തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.